عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ദക്ഷിണേന്ത്യയിലെ അത്യുന്നത തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏറ്റവും മഹത്തായ ഉള്ളാൾ ദർഗാ ഷരീഫ് മഹല്ലത്ത് ഉൾപ്പെടെ കർണാടകയിലെ 300-ലേറെ മഹല്ലത്തുകളിൽ ഖാളി, കേരളത്തിലും പലയിടങ്ങളിലുമായി ഒട്ടനവധി മഹല്ലുകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഹല്ലത്തുകളിൽ ഖാളി സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ പ്രാർത്ഥന ചെയ്ത് നമുക്ക് നേതൃത്വം നൽകിയ അനേകായിരങ്ങളുടെ ആശാകേന്ദ്രമായ പ്രിയപ്പെട്ട കുമ്പൂൽ സൈദാറ്റക്കോയ തങ്ങൾ, പാണക്കാട് കുടുംബത്തിൽ സർവരാലും നന്നായി അറിയുന്ന പാണക്കാട് സൈമുനബ് വലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട താജുൽ മസി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹി, ശ്രീമന്തപുത്രൻ സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, സയ്യിദ് മസൂദ് തങ്ങൾ, സേം ഇബ്രാഹിം സാഹിബ്, ആനപ്പൈ അബ്ദുള്ള കുഞ്ഞി ഹാജി, പ്രിയപ്പെട്ട മഞ്ചേശ്വരം MLA അഷ്റഫ് സാഹബ്, ഉള്ളാൾ ദർഗാ പ്രസിഡന്റ് ഹനീഫ സാഹബ്, പ്രിയപ്പെട്ട ഇഫ്തിഖാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തിത്വങ്ങൾ, കർണാടക മുഖ്യമന്ത്രി സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേജിലേക്ക് എത്തുന്നു. ഉള്ളാൾ ദർഗാ ഷരീഫ് മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്, ചിഹ്നമാണ്. ഇതൊരു പവർ സ്റ്റേഷനാണ്. ഈ പവർ സ്റ്റേഷനിൽ നിന്ന് പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ആത്മീയ പ്രഭ വിതറുന്നു, മനസ്സമാധാനം പ്രസരണം ചെയ്യുന്നു, മതസൗഹാർദ്ദം പ്രചരിപ്പിക്കുന്നു. ഇവിടെ കൂടിയ പതിനായിരങ്ങളിൽ, പരിസരങ്ങളിൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ അനേക മതസ്ഥരുണ്ട്, അനേക ജാതിയുണ്ട്, വിഭാഗമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കക്ഷിത്വവുമില്ല, വിഭാഗ്യതയുമില്ല. ഇന്ത്യ എന്ന മഹത്തായ രാജ്യം ഈ കൈപ്പത്തിയുടെ 5 വിരലുകൾ പോലെ. ഈ കൈപ്പത്തിയുടെ 5 വിരലുകൾ 5 രൂപത്തിലും 5 വലുപ്പത്തിലും ആകൃതിയിലുമാണ്. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഈ ചെറുവിരൽ മാറ്റി നിർത്തി ഈ 4 വിരലുകൾ സംഘടിച്ചാൽ ഇത് പൂർണ്ണമാവുന്നില്ല, മറിച്ച് ഇത് ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഇതുകൂടി ചേരുമ്പോഴാണ് ഇവിടെ ഈ കൈ ശക്തി ആർജിക്കുന്നത്. എന്ന പോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിക്കണമെന്ന സന്ദേശമാണ് ഈ ദർഗാ ഉറൂസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകനായി, ധാരാളം കറാമാത്തുകളുടെ ഉടമയായി, അനേകായിരങ്ങളുടെ ലക്ഷങ്ങൾ ആശാകേന്ദ്രമായ ഖുതുബുസ്സമാൻ മൗലദ് വിലാസ് ഖുതുബുസ്സമാൻ അസൈദ് ഷരീഫ് സാഹിബുൽ വിലായത്ത് വൽ കറമ സയ്യിദ് ഷരീഫ് മദനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ദർഗയിൽ അനേകായിരങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ഈ സമയത്ത് അരനൂറ്റാണ്ടിലേറെ കാലം ഇവിടെ നേതൃത്വം നൽകിയ എല്ലാവരുടെയും ആശാകേന്ദ്രമായിരുന്ന മഹാനായ താജുൽ ഉലമാ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവർ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനുകൾ വഫാത്തിന് ശേഷം ആ ദൗത്യം ഏറ്റെടുത്തിരുന്ന സയ്യിദ് ഫളൽ കോയമത്തങ്ങൾ ഖുറത്തുസ് സാദാത്ത് കഴിഞ്ഞ മുഹറം 1-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മഹാനുകളെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അഹ്ലുബൈത്ത് അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിജയങ്ങൾ. ഞാൻ ഓർക്കുന്നു, താജുൽ ഉലമയുടെയും സുൽത്താൻ കാന്തപുരം ഉസ്താദ് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സാദാത്തുക്കൾ, മരിച്ചുപോയ മഹത്തുക്കൾ, ഈ വിനീത് ഉൾപ്പെടെ എല്ലാവരുടെയും ഷെയ്ഖായിരുന്നു കക്കുടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരുടെ ആണ്ടിന്റെ സമയം കൂടിയാണ്. 1930-ലാണ് 1990-ലാണ് മഹാൾ വഫാത്തായത്.
മഞ്ചേ പുളിക്കലിനടുത്ത് കുണ്ടോട്ടി പുളിക്കലിനടുത്ത പറവൂരില് 19 വർഷങ്ങൾക്ക് മുമ്പ് കുറേ ആളുകൾക്ക് മാരകമായ രോഗം ക്യാൻസർ ബാധിച്ചു, തളർന്ന് അവശരായി, വളരെ പ്രയാസപ്പെട്ടു. അന്ന് കെ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 50 ആളുകൾ ഒരു ബസ്സിന് മഹാനായ താജുൽ അസ്ഫിയ കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാൻ ഹദറത്തിൽ ചെന്ന് വിഷമം പറഞ്ഞപ്പോൾ അവിടുന്ന് 2 കാര്യമാണ് നിർദ്ദേശിച്ചത്. ഒന്ന്, ഒരു അഹ്ലു ബൈത്തിനെ അവിടെ വീടെടുത്ത് താമസിപ്പിക്കുക. മറ്റൊന്നൊരു നാരിയ സ്വലാത്തിന്റെ മജ്ലിസ് അവിടെ തുടങ്ങുക. അവർ അത് രണ്ടും സ്ഥാപിച്ചു. അതിന്റെ ശേഷം ഈ അരനൂറ്റാണ്ടിനിടയിൽ അങ്ങനെ ഒരു പ്രയാസകരമായ രംഗം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. നബിയെ തങ്ങൾ ഒരിടത്തുണ്ടോ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കില്ല. ഇത് സ്വഹാബത്തിന് മാത്രം അല്ല, മറിച്ച് ലോകാവസാനം വരെയുള്ള ഉമ്മത്തിനാണ്. നമുക്ക് ആ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരമാണ് അഹ്ലു ബൈത്ത് എന്ന് മനസ്സിലാക്കണം. ഇന്നല്ലാഹു മലായികതുഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന സൂറത്തുൽ അഹ്സാബിൽ ആയത്ത് ഖുർആനിൽ 91ഓളം തവണ യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനം കാണാം. അവിടെ ഒന്നും ചോദിക്കാത്ത ചോദ്യം സ്വഹാബത്തോടെ ചോദിച്ചു, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ യാ അയ്യുഹല്ലദീന ആമനു ആമിനു. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ കാണാം. അവിടെ ഒന്നും സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല. ഇവിടെ മാത്രം സ്വഹാബത്ത് ചോദിച്ചു, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് തിരുവരെ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? തങ്ങൾക്ക് സ്വഹാബത്തിന് അതറിയില്ലേ? അതിന് അള്ളാഹു പറഞ്ഞ മറുപടി, മുത്തനബി പറഞ്ഞ മറുപടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹ് ഖുർആൻ സല്ലു അലൈഹി എന്നേ പറഞ്ഞിട്ടുള്ളൂ, സല്ലു അലൈഹി വഅലാ ആലിഹി എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് സല്ലു അലൈഹി എന്ന് പറയുന്നു മുത്തനബി വിശദീകരിക്കുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി. മഹാനായ സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനാണ്. വഅഫ്ഖഹു മിൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു സൂഫി ലോകത്തിന്റെ അജയ്യനായ നായകൻ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹുവിനേക്കാൾ വലിയ പണ്ഡിതനാണ് മഹാനായ അബ്ദുസ്സലാം റളിയല്ലാഹു സുൽത്താനുൽ ഉലമ. ആ മഹാനുകൾ അതിന് പറ ഫജഅല സ്വലാത അലൈഹിം സ്വലാത്തൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലുക എന്നത് അവിടത്തേക്ക് ചൊല്ലുന്ന സ്വലാത്താണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വല്ലു അലൈഹി വഅലാ ആലിഹി എന്ന് പറയാതെ സ്വല്ലു അലൈഹി വസല്ലിമു എന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ വഫാത്തായി കിടക്കുന്നത് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് സയ്യിദ് സ്വാഹിബുൽ വിലായത്ത് വൽ കറാമ സയ്യിദ് ശരീഫുൽ മദനി റളിയല്ലാഹു അൻഹു. ഇവിടെ അരനൂറ്റാണ്ടിലേറെ കാലം നേതൃത്വം നൽകിയത് മഹാനായ താജുൽ ഉലമയാണ്. ഇന്നും ആ താജുമയുടെ പേരമക്കൾ അവർക്ക് ഒപ്പം ഇൻഷാ അല്ലാഹ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. എന്തുകൊണ്ടും ഇത് ഇജാബത്തിന്റെ മജ്ലിസാണ്. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾ ഓരോരുത്തരുടെയും ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങളിൽ ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സിനെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് എല്ലാവിധ വൈദേശികാക്രമങ്ങളിൽ നിന്നും ആഭ്യന്തര ലഹളകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ വിശ്വാസികൾ, ഇന്ത്യന്റെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഇന്ത്യൻ ജനത ഈ മഹത്തായ രാജ്യത്തിന് വേണ്ടി സർവസ്വം സമർപ്പിച്ച് എന്നും കൂടെ നിന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യത്തിന് ഈ മതസൗഹാർദ്ദം എന്നും ശക്തിപ്പെടുത്താൻ കഴിയണം. ധാരാളം ദുർബലരെയും മശറിനെയും നമുക്ക് സഹായിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.